والصلاة والسلام على من لا نبي بعده. സഹീഹ് തർഗീബ് വതർഹീബിൽ കിതാബ് സ്വദഖാത്തിലെ സ്വദഖ നൽകുന്നവൻ അല്ലെങ്കിൽ ആരിൽ നിന്നാണോ അത് സ്വീകരിക്കുന്നത്, മുഅ്തി നൽകുന്നവൻ അവൻ്റെ മനസ്സിൻ്റെ വിശാലതയോടുകൂടി തൃപ്തിയോടുകൂടി ആയിരിക്കണം നൽകേണ്ടത്. അങ്ങനെ ആ രീതിയിലാണ് ആളുകൾ വാങ്ങേണ്ടത് എന്ന ആശയത്തിൽ വരുന്ന ഹദീസുകളിൽ അടുത്തത് وعن جابر بن عبد الله رضي الله عنهما قال قال رسول الله صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന الرجل يأتيني فيسألني فأعطيه. ഒരു വ്യക്തി എൻ്റെ അടുക്കൽ വരികയും എന്നോട് ആവശ്യപ്പെടുകയും ചോദിക്കുകയും ചെയ്തു, ഞാൻ അവന് നൽകി. فينطلق وما يحمل في حضنه إلا النار. അവൻ എന്നിൽ നിന്ന് തിരിഞ്ഞു പോകുമ്പോൾ അതുമായി പോകുന്ന സമയത്ത് അവൻ ഹുബ്നിഹി എന്ന് പറഞ്ഞാൽ അവൻ്റെ കക്ഷത്തിൽ വെച്ച് പോകുന്നത്, അഥവാ എന്താണോ നേടിപ്പോകുന്നത് അത് തീയല്ലാതെ അല്ലെങ്കിൽ നരകമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അഥവാ യാചനയെ അതിൻ്റെ ഗൗരവത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയാം. ഈ ഹദീസിൻ്റെ ആശയം വേറെ ഒരുപാട് ഹദീസുകൾ കഴിഞ്ഞ ഫസ്ലിൽ വന്നിട്ടുണ്ടായിരുന്നു. وعن أبي سعيد الخدري رضي الله عنه قال بينما رسول الله صلى الله عليه وسلم يقسم ذهبا. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർണം വീതിച്ച് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾക്ക് സ്വർണം സക്കാത്തിൻ്റെ സ്വത്തായിട്ടോ അതെല്ലാ രീതിയിലൊക്കെ വീതിച്ചു കൊടുക്കുകയാണ്. ഇത് അതാഹു റജുലുൻ ഫഖാല. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി വരികയും ആ വ്യക്തി പറയുകയും ചെയ്തു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, അഅ്തിനി, എനിക്ക് നൽകണം എന്ന് പറഞ്ഞു. ഫഅതാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകി. സുമ്മ ഖാല സിദ്നി, പിന്നെ അയാൾ പറഞ്ഞു, എനിക്ക് വർദ്ധിപ്പിച്ച് ഇനിയും കൂടുതൽ തരണമെന്ന് പറഞ്ഞു. ഫസാദഹു സലാസ മർറാത്ത്, അങ്ങനെ 3 തവണ അയാൾ ആവശ്യപ്പെട്ട അനുസരിച്ച് കൂടുതലായി നൽകി. സുമ്മ വല്ല മുദ്ബിറൻ, അങ്ങനെ കഴിഞ്ഞ് അയാൾ തിരിഞ്ഞുപോയി. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഅതീനി അർറജുലു ഫയസ്അലുനി ഫഅതിയഹു. എൻ്റെ അടുക്കൽ ഒരാൾ വന്നു, അവൻ എന്നോട് യാചിച്ചു, ചോദിച്ചു, ഞാൻ അവന് നൽകി. സുമ്മ യസ്അലുനി ഫഅതിഹി സലാസ മർറാത്ത്, അങ്ങനെ 3 തവണ അവൻ എന്നോട് ചോദിച്ചു, ഞാൻ അവന് 3 തവണയും നൽകി. സുമ്മ യുവല്ലി മുദ്ബിറൻ വഖദ് ജഅല ഫീ തൗബിഹി നാറൻ ഇദൻ ഖലബ ഇലാ അഹ്ലിഹി. പറയാണ്, എന്നിട്ട് അവനതാ പിന്നെ തിരിഞ്ഞു പോകുന്നു. അവൻ തിരിഞ്ഞു പോകുമ്പോൾ അവൻ്റെ വസ്ത്രത്തിൽ തീയുമായി കൊണ്ടാണ് അവൻ കുടുംബത്തിലേക്ക് മടങ്ങുന്നത് എന്ന്. അഥവാ യാചനയെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടും അതുപോലെ തന്നെ നൽകുന്ന ആളാവട്ടെ, ആരോടെങ്കിലും നമ്മൾ ചോദിക്കുക അല്ലെങ്കിൽ വേറൊരാളോട് ചോദിക്കുകയാണ്, അപ്പോൾ അയാൾ നൽകുന്നത് അയാളുടെ വിശാലമായ മനസ്സോടുകൂടി ത്വയ്യിബുൻ നഫ്സോടുകൂടി ആയിരിക്കണം എന്ന് അറിയിക്കുകയാണ്. وعن عمر بن الخطاب رضي الله عنه أنه دخل على النبي صلى الله عليه وسلم فقال. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെല്ലുകയും എന്നിട്ട് പറയുകയും ചെയ്തു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, റഅയ്തു ഫുലാനൻ യഷ്കുറു യദ്കുറു അന്നക അഅതൈതഹു ദീനാറൈൻ. റസൂലേ, ഒരു വ്യക്തി നിങ്ങൾ നന്ദി പറയുന്നത് കണ്ടു. അവൻ പറയുന്നുണ്ട് നിങ്ങൾ അവന് 2 ദീനാർ നൽകി എന്നുള്ളത്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, ലാകിന്ന ഫുലാനൻ ഖദ് അഅതൈതുഹു മാ ബൈനൽ 10 ഇലൽ 100 ഫമാ ശകറ. എന്നാൽ വേറൊരാളുണ്ടായിരുന്നു, അവന് ഞാൻ 10ൻ്റെയും 100ൻ്റെയും ഇടയിലുള്ള അത്ര ദീനാർ കൊടുത്തിട്ടുണ്ട്, അവൻ നന്ദിയൊന്നും പറഞ്ഞില്ലേ. വമാ യഖൂലുഹു, അവൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു. ഇന്ന അഹദക്കും, എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഹദക്കും ലയഖ്റുജു മിൻ ഇൻദി ബിഹാജത്തിഹി മുതഅബ്ബതഹ വമാ ഹിയ ഇല്ല അന്നാർ. എന്നിട്ട് പറയാണ്, നിങ്ങൾ ആരെങ്കിലും എൻ്റെ അടുക്കൽ നിന്ന് വരികയും അല്ലെങ്കിൽ ആവശ്യപ്പെടുകയും ചെയ്തു കൊണ്ടുപോയി അവൻ കക്ഷത്തിൽ വെച്ച് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അവനെ വാങ്ങിക്കൊണ്ടുപോവുകയാണെങ്കിൽ അവൻ നരകമല്ലാതെ തീയല്ലാതെ കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞു. ഖാല ഖുൽതു യാ റസൂലല്ലാഹ് ലിമ തുഅതീഹിം. അബൂ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, പിന്നെ എന്തിനാണ് റസൂലേ നിങ്ങൾ കൊടുക്കുന്നത്? ഖാല യഅബൂന ഇല്ലാ അൻ യസ്അലൂനി വയഅബല്ലാഹു ലി അൽ ബുഖൽ. നേരത്തെ പറഞ്ഞ ഹദീസാണ്. അവർ എന്നോട് ചോദിക്കുന്നത് അവർ ഒഴിവാക്കുന്നില്ല, അള്ളാഹു ആണെങ്കിൽ എൻ്റെ മേലെ പിശുക്കുണ്ടാകാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അള്ളാഹു അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാം. അതുകൊണ്ടാണ് നൽകുന്നത്. അപ്പോൾ നൽകുന്നത് പൂർണ്ണമായ തൃപ്തിയോടുകൂടി അല്ല, അല്ലെങ്കിൽ അർഹനായ ഒരാൾക്കല്ല നൽകുന്നത് എന്ന ബോധമുണ്ട്. അപ്പോൾ നൽകുന്ന ആൾക്ക് എന്തില്ല? അത് നൽകുന്നതിൽ വിശാലമായ ഒരു മനസ്സില്ല എന്നുള്ളത്. അപ്പോൾ നൽകുന്ന ആൾ വിശാലമായ മനസ്സോടുകൂടി നൽകണം. അങ്ങനെയുള്ള ആളുകളിൽ നിന്നാണ് സ്വീകരിക്കാനും പാടുകയുള്ളൂ എന്നാണ് ഈ ഫസ്ല് കൊണ്ട്
ഉദ്ദേശിക്കുന്നത്. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.